നമ്മുടെ സംസ്ഥാനത്ത് പുതിയ കോൺഗ്രസിന് അധ്യക്ഷനൊക്കെ വേണ്ടേ? നിലവിലുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മന്ത്രിയായ സാഹചര്യത്തിൽ പുതിയ KPCC അധ്യക്ഷനെ ഉടൻ തീരുമാനിക്കും എന്നൊരു വിവരം വരുന്നു. ഹൈക്കമാൻഡ് അന്തിമ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. അഭിപ്രായം തേടാൻ വീണ്ടും ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് വരും. 6 ഡസനിലേറെ നേതാക്കളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണനയിലുള്ളവർ ഇവരാണ്. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ജോസഫ് വാഴക്കൽ എന്നിവർക്ക് പ്രഥമ പരിഗണന. ഒരാൾക്ക് ഒരു പദവി നിർബന്ധമാക്കണമെന്ന ആവശ്യവുമായി കൂടുതൽ നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. KPCCക്ക് മുഴുവൻ സമയം അധ്യക്ഷൻ വേണമെന്നാണ് ആവശ്യം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിനെയും ഉടൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ജോസഫ് വാഴക്കൽ, ഈ 3 മുതിർന്ന നേതാക്കൾ KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി മുൻനിരയിലുണ്ട്. മാത്യു കുഴൽനാടൻ്റെ പേര് കേട്ടിരുന്നു. റോജി എം ജോണിൻ്റെ പേര് ഒരു ഘട്ടത്തിൽ കേട്ടിരുന്നു. അങ്ങനെ മറ്റു ചില നേതാക്കന്മാരും ഇതിന് പിന്നാലെയുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ പേര് കേട്ടിരുന്നു. യുവ നേതാക്കളുടെ പേരും പട്ടികയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഉടൻ KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമോ? അരുൺകുമാർ, സംസ്ഥാന കോൺഗ്രസിൽ സമഗ്രമായ അഴിച്ചുപണിക്ക് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ KPCC പുനഃസംഘടനാ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ദീപാദാസ് മുൻഷി ഒരിക്കൽ കൂടി കേരളത്തിൽ വന്ന മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടും എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടന നടത്തുമ്പോൾ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലൊന്ന് മുഴുവൻ സമയ അധ്യക്ഷൻ വേണം KPCCക്ക് എന്നതാണ്. കാരണം സംസ്ഥാനത്ത് UDF ഭരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഭരണത്തെയും പാർട്ടിയെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അധ്യക്ഷനായിരിക്കണം. അതുകൊണ്ട് മുതിർന്ന നേതാക്കളെ പരിഗണിക്കണം എന്ന ആവശ്യം കൂടിയാണ് മുന്നോട്ട് വരുന്നത്. അതേസമയം തന്നെ നിലവിൽ പരിഗണിക്കപ്പെടുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ജോസഫ് വാഴക്കൻ നേതാക്കളാണ്. മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ, അങ്ങനെ 6 ഡസനിലേറെ നേതാക്കൾ, ആന്റണി അടക്കമുള്ള നേതാക്കൾ പരിഗണനയിലുണ്ട്. ഇതിൽ KC വേണുഗോപാലിന്റെ നിലപാടാണ് നിർണായകമാവുക. നേരത്തെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ KC വേണുഗോപാലിന്റെ അഭിപ്രായത്തേക്കാൾ കൂടുതൽ മറ്റ് അഭിപ്രായങ്ങൾ പരിഗണിച്ച സാഹചര്യത്തിൽ ഈ തവണ KC വേണുഗോപാൽ പക്ഷത്തിന്റെ അഭിപ്രായത്തിന് വലിയ പരിഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു സമഗ്ര അഴിച്ചുപണിയാണ് കോൺഗ്രസ് നടക്കുക. KPCC അധ്യക്ഷന്റെ മാറ്റം മാത്രമായിരിക്കില്ല, വർക്കിംഗ് പ്രസിഡന്റുമാരടക്കമുള്ള മുഴുവൻ കമ്മിറ്റിയിലും മാറ്റമുണ്ടാകും. അതിന് ഒപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും മാറ്റം വരുത്താനുള്ള തീരുമാനമാണ്. ഇപ്പോൾ 7 DCC അധ്യക്ഷന്മാർ MLA-മാരായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവൻ സമയ അധ്യക്ഷന്മാർ പാർട്ടിയിൽ മുഴുനീളെ ഉണ്ടാകണം എന്ന അഭിപ്രായം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് KPCC എത്തിയിരിക്കുന്നത്. അതിനൊപ്പം യൂത്ത് കോൺഗ്രസിലും നേതൃമാറ്റമുണ്ടാകും. OJ ജനീഷ് മന്ത്രിയായ സാഹചര്യത്തിൽ ജനീഷിനെ മാറ്റും. പകരം ആര് വരും എന്നതാണ്. നിലവിൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് അധ്യക്ഷനെയും ഭാരവാഹികളെയും തെരഞ്ഞെടുക്കാറുള്ളത്. അങ്ങനെ ഈ തവണ സംസ്ഥാനത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് KPCC അധ്യക്ഷൻ കത്ത് നൽകിയിട്ടുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെക്ക്. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് ഭിന്നതയ്ക്ക് വഴിയൊരുക്കുമെന്ന ആശങ്കയാണ് KPCC അധ്യക്ഷൻ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് ഒരുപക്ഷെ അത് നോമിനേഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആരാകും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നതും പ്രധാനമാണ്. അങ്ങനെ ഒരു സമഗ്ര അഴിച്ചുപണി കോൺഗ്രസിലും പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസിലും വൈകാതെ ഉണ്ടാകും എന്ന വിവരങ്ങളാണ്. ഓണത്തിന് മുമ്പ് പുതിയ അധ്യക്ഷൻ പാർട്ടിയെ നയിക്കാൻ കേരളത്തിൽ ഉണ്ടാകും എന്നാണ് നേതാക്കൾ നമുക്കറിയാൻ കഴിയുന്നത്. താങ്ക് യു. റോഷിപാലാണ് വിവരം നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മന്ത്രിസ്ഥാനത്തേക്ക് വന്നതോടുകൂടി 2 ചുമതലയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് സണ്ണി ജോസഫിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ KPCCക്ക് ഒരു പൂർണ്ണ അധ്യക്ഷൻ വേണം. പാർട്ടിക്ക് നയിക്കാൻ ഒരു അധ്യക്ഷൻ ഇല്ലാത്തത് കൊണ്ട് സർക്കാരിൻ്റെ വഴിക്ക് പോകുന്നു, പാർട്ടിയുടെ വഴിക്ക് പോകുന്നു എന്ന ആരോപണം ശക്തമാണ്. പലപ്പോഴും പാർട്ടിയുമായി കൂടിയാലോചനകൾ ഇല്ലാത്തത് പല വിഷയങ്ങളിലും ഇതിനകം തന്നെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ചില നിയമനങ്ങളിലടക്കം U-ടേൺ അടക്കേണ്ടി വരുന്ന സാഹചര്യം സർക്കാരിനുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും VD സതീശൻ പാർട്ടിയുമായി കൂടിയാലോചന നടത്തുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനം നേതാക്കൾക്കിടയിൽ ശക്തമാണ് താനും. ഇനിയാണ് കോർപ്പറേഷൻ ബോർഡ് തീരുമാനങ്ങളൊക്കെ വരണം. അതിനാദ്യം KPCC അധ്യക്ഷനായിട്ട് ഒരാളെ തീരുമാനിക്കണം. KPCC അധ്യക്ഷൻ വന്നിട്ടായിരിക്കും ഒരുപക്ഷെ ബോർഡ്, കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്കൊക്കെ പുതിയ ഭാരവാഹികളെ തീരുമാനിക്കുക. ഒരുപാട് പേരുടെ ലിസ്റ്റുമായി നേതാക്കൾ ക്യൂ നിൽക്കുകയാണ്.